ഹലോ, എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് എനിക്ക് വയ്യ ജലദോഷമൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ദിവസമായി മക്കൾ പറയുന്നത് ഇളയാൾക്ക് സൈക്കിളില്ല, മൂത്തവർ രണ്ടുപേരും വലിയ സൈക്കിൾ ചവിട്ടും. അപ്പോൾ കുറേ ദിവസമായി സൈക്കിള് ശരിയാക്കി കൊടുക്കാൻ പറയുന്നു. അപ്പോൾ മോൻ്റെ സൈക്കിൾ ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ പഞ്ചറായിരിക്കുകയായിരുന്നു. അതൊക്കെ ഞാൻ കടയിൽ കൊടുത്തതൊക്കെ ശരിയാക്കിയപ്പോൾ മോൾക്കതൊന്നും ഇരിക്കാൻ പറ്റില്ല, സീറ്റ് ഇത്തിരി ഇതായിട്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കടന്നൽ കൂടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ടിലുണ്ടായിരുന്നാണ്, അതൊക്കെ അവിടെ നിന്ന് വിടിച്ചെടുത്ത്. എന്നിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണേട്ടത് കുറേ ദിവസമായി പറയുന്നത് എല്ലാവർക്കും സൈക്കിളുണ്ട്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടി സൈക്കിൾ വന്നു, അപ്പോൾ തുടങ്ങി അവൾക്കും സൈക്കിൾ വേണം. അപ്പം എന്നാൽ പിന്നെ വീട്ടിലുണ്ടായ ഈ സൈക്കിൾ പൊടിയൊക്കെ തട്ടിയെടുത്ത് കുറേ നാളായി ഇത് യൂസ് ചെയ്യാറില്ല. പഞ്ചറായപ്പോൾ അത് അവിടെ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ എന്നിട്ടിപ്പോൾ മോനത് ശരിയാക്കി കൊടുത്ത് ഐശുക്കുട്ടി അതുമ്പോൾ കയറിയിട്ടാണ്. അപ്പോൾ അവൾ വിചാരം തന്നെ ഇതങ്ങോട്ട് കയറിയിരുന്നാൽ തന്നെ ഓടിക്കാൻ പറ്റുമെന്നാണ്. അപ്പുറത്തെ വീട്ടിലെ കുട്ടിയുടെ സൈക്കിളും ബാക്കിലും ടയറുണ്ടല്ലോ, അത് വെച്ച് ചവിട്ടിയപ്പോൾ ഒരാൾക്ക് പറ്റുന്നുണ്ട്, ഇതപ്പോൾ പറ്റണില്ല. അപ്പം ഇക്കാക്ക ഹെൽപ്പ് ചെയ്യുന്നതാണത്. നമുക്ക് നമ്മുടെ പണ്ടത്തെ കുട്ടിക്കാലം ഓർമ്മ വരുമല്ലേ? അമ്മ ചെറുതായിരിക്കുമ്പോൾ ഒക്കെ നമ്മുടെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ചെയ്യാറില്ലേ? ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അപൂർവമാണ് ഇങ്ങനെ ചെയ്യണതൊക്കെ. അപ്പം മോൻ പറഞ്ഞു, ഉമ്മച്ചി ചെയ്യണ്ട, ഞാൻ തന്നെ ഉണ്ണിനെ സൈക്കിളോട്ട് പഠിപ്പിച്ചുകൊണ്ടെന്ന് പറഞ്ഞിട്ട് ചവിട്ടണേട്ടാ കാണുന്നത്. അപ്പം കുമ്പിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് പുറങ്ങനെ വേനെടുക്കും. അപ്പം മുപ്പരാൾക്ക് പറയുന്നു ഇനി ഉമ്മച്ചിയാക്കി തരാൻ പറഞ്ഞു. ഞാൻ കുറച്ച് നേരം ബാക്കിൽ ഇങ്ങനെ പിടിച്ചു കൊടുത്ത്. എന്നിട്ട് മൂപ്പരാൾക്ക് പറ്റുന്നേ. അപ്പോൾ പറയുന്നു ഉമ്മച്ചിയെ ഞാൻ വീഴുമോ, ഇതിപ്പോൾ തന്നെ പഠിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ മൂപ്പരാൾ ഇടയ്ക്കൊക്കെ ഒരു കാല് പെടലുമ വെച്ചിട്ട് ഇങ്ങനെ നീങ്ങും. പക്ഷെ എന്നാലും അത് കുറച്ച് ദിവസം കഴിയുമല്ലോ ഒന്ന് പഠിച്ചു വരാൻ. അങ്ങനെ എന്നിട്ട് റൈഹാൻ പിന്നെയും സീറ്റുമൊക്കെ മൂപ്പരാൾ ഇരുത്തി. എന്നിട്ട് ചവിട്ടും. നമ്മൾ പിടിക്കുമ്പോൾ കുഴപ്പമില്ലാണ്ട് ചവിട്ടും. പക്ഷെ നേരെ ഒന്നും നോക്കൂലല്ലോ, അവർ പഠിച്ച് വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ മോൻ പറയുന്നു ഉമ്മച്ചി എന്തത്, അവനൊക്കെ പഠിപ്പിക്കുമ്പോൾ കുറേ സമയം. അന്ന് ഇക്കാക്കുണ്ട്, ഇക്കാക്ക നാട്ടിലുണ്ട്. അപ്പോൾ ഇക്കാക്ക പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ കയ്യിലൊരു വടി ഉണ്ടാവും. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അവൻ പഠിച്ചത്. അപ്പോൾ പറയുന്നത് ഞാനൊരു വടി കയ്യിലെടുത്ത് പിടിക്കാൻ പറ്റിയ, അപ്പോൾ അവൾ വേഗം പഠിച്ചോളുന്നു. കുറേ നേരം മോൻ ട്രൈ ചെയ്തിട്ടാണ്. പിന്നെ അവസാനമായപ്പോൾ കൈയൊക്കെ കഴച്ച് തുടങ്ങി. അപ്പോൾ എന്നോട് പറഞ്ഞു ഇനി എനിക്ക് വയ്യ ഉമ്മച്ചി, ഇനി ഉമ്മച്ചി ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റ ബൈ ബൈ, സീ യു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.